നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. പത്മജ വേണുഗോപാൽ ബിജെപിയിലേക്ക് പ്രവേശനം നടത്തിയതിനു പിന്നാലെ പത്മജയ്ക്കെതിരെ വെല്ലുവിളി ഉയർത്തി രംഗത്ത് വന്ന നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുലിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് നിരവധി ആളുകൾ ഇതിനോടകം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ബിജെപി നേതാക്കളെ കൂടാതെ ഗതാഗത മന്ത്രി കൂടിയായിട്ടുള്ള കെ.ബി. ഗണേഷ് കുമാർ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിമർശിച്ച് രംഗത്ത് വന്നതും വാർത്തയായി മാറിയിരുന്നു. എന്നാൽ അതിന് പിന്നാലെ ബിജെപിയുടെ പെൺപുലിയായ ശോഭാ സുരേന്ദ്രനെ കൂടി കളത്തിലിറക്കിയിരിക്കുന്നു. പത്മജയ്ക്ക് എല്ലാവിധ പിന്തുണയും നൽകാൻ ശോഭ തന്നെയാണ് മുൻപന്തിയിലുള്ളത്. നേരത്തെ തന്നെ പത്മജയ്ക്കെതിരെ മുരളീധരൻ വിമർശനം ഉന്നയിച്ചപ്പോൾ തന്നെ അതിന് കൃത്യമായ പരിഹാസം നൽകി മറുപടി നൽകി വായടപ്പിക്കുന്ന ഒരു പ്രതികരണമായിരുന്നു ശോഭയുടെ ഭാഗത്തു നിന്നുമുണ്ടായത്. എന്നാൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെല്ലുവിളിച്ചാണ് ശോഭ രംഗത്ത് വന്നിരിക്കുന്നത്. കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പോലും പ്രവർത്തിച്ച നേതാവാണ് കെ കരുണാകരൻ. അദ്ദേഹത്തിന്റെ മകളായ പത്മജയെ അപമാനിച്ച രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെല്ലുവിളിച്ചാണ് ആലപ്പുഴ സ്ഥാനാർത്ഥിയും അതുപോലെ ബിജെപി നേതാവുമായ ശോഭ രംഗത്ത് വന്നിരിക്കുന്നത്. പത്മജയെ ഇനി തൊടാൻ പോലും ഒരാളെയും അനുവദിക്കില്ല എന്നാണ് ശോഭ വെല്ലുവിളി ഉയർത്തിയിരിക്കുന്നത്. തന്റെ അമ്മ പോലെ കാണേണ്ട സഹോദരിക്കെതിരെ ഇത്രയും നീചമായ വാക്കുകൾ ഉപയോഗിച്ചു എന്നത് യൂത്ത് കോൺഗ്രസ് എവിടെയെത്തി നിൽക്കുന്നു എന്നതിന്റെ സൂചനയാണ്. ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസ് വിട്ട് ബിജെപിയിലേക്ക് വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. രാജ്യത്ത് സ്പീഡോടെ വികസനം നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്തേക്ക് വരികയാണ് മറ്റു പാർട്ടിയിലുള്ളവർ, മറ്റ് നേതാക്കളൊക്കെ തന്നെ. വ്യാജ ID കാർഡ് ഉണ്ടാക്കി ചെറുപ്പക്കാരെ കൊണ്ട് കള്ളത്തരം ചെയ്യാൻ പ്രേരിപ്പിച്ച് യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്ത് വന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. തനിക്ക് ജയിക്കാൻ വേണ്ടി ഏത് വഴിയും വെട്ടാമെന്ന് തീരുമാനമെടുക്കുന്ന ചെറുപ്പക്കാരന് കരുണാകരന്റെയോ കല്യാണിക്കുട്ടിയമ്മയുടെയോ പത്മജയുടെയോ പേര് പറയാൻ പോലും അർഹതയില്ല. ഇനി അത് തിരുത്തേണ്ടതാണ്, മാപ്പ് പറയേണ്ടതാണെന്നാണ് ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി ഒരു കാരണവശാലും ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള മുന്നറിയിപ്പും മുന്നോട്ട് നൽകിയിട്ടുണ്ട്. അനുജനായിരുന്നെങ്കിൽ ഒരു അടിവെച്ച് കൊടുക്കാമായിരുന്നു എന്നാണ് സംസ്കാര സമ്പന്നയായ കെ മുരളീധരൻ പോലും തള്ളിപ്പറഞ്ഞതിനോട് കെ പത്മജ പ്രതികരിച്ചത്. അവരിൽ കഴിവുകളുണ്ട്. അവർ ഇറങ്ങിക്കഴിഞ്ഞാൽ കോൺഗ്രസിനുള്ളിലെ ചെറുതും വലുതുമായ പല നേതാക്കളും ഇങ്ങോട്ടേക്ക് വരുമെന്ന ഭയം അത് കോൺഗ്രസിന് തന്നെയുണ്ട്. ഇനിയും കോൺഗ്രസിലെ നിരവധി നേതാക്കൾ ബിജെപിയിലേക്ക് എത്തുമെന്ന പ്രത്യാശ ബിജെപി പങ്കുവെക്കുന്നുണ്ട്. മുരളീധരന്റെ വാട്ടർലൂ ആയിരിക്കും തൃശൂർ എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. തോറ്റ് തൊപ്പിയിടുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്നും നാണം കെട്ട തോൽവി തന്നെ ആയിരിക്കുമെന്ന ഒരു മുന്നറിയിപ്പും ബിജെപി തന്നെ നൽകുന്നുണ്ട്. മാറാട് കലാപമുണ്ടായപ്പോൾ അരയ സമുദായത്തിൽപ്പെട്ടവരെ രക്ഷിക്കാനല്ല മുരളീധരൻ അന്ന് ശ്രമിച്ചത്. പകരം തെളിവ് നശിപ്പിക്കാൻ, രക്തക്കറ മായ്ക്കാൻ പോയ ആളുകൂടിയായിരുന്നു മുരളീധരൻ. എനിക്ക് മാത്രമേ കഴിവുള്ളൂവെന്നും എൻ്റെ സഹോദരിയെ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ മുരളിയോട് തൃശ്ശൂരിലെ സ്ത്രീകൾ തന്നെ മറുപടി നൽകും. അവർ ഒരിക്കലും ക്ഷമിക്കില്ല എന്ന് കൂടി പറഞ്ഞു. ശ്രീമാൻ കരുണാകരൻ വേദനിച്ച ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കൈപിടിച്ചുകൂടെ കരുതലായി നിന്ന സഹോദരിയെ അങ്ങേയറ്റം അപമാനിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അപമാനിക്കുക തന്നെ ചെയ്ത മുരളീധരനെ തൃശ്ശൂരിലെ കോൺഗ്രസുകാർ തന്നെ ശിക്ഷിക്കുമെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. ഒരു കാരണവശാലും വിജയമെന്നത് മുരളീധരൻ അരികിൽ പോലും ഇല്ല എന്നാണ് ശോഭയുടെ വാക്കുകൾ.